കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓടിയായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പൊതിയുമാറാകട്ടെ. ആമേൻ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, മരണങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഇത്രത്തോളം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആയിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഏതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ലേഖനമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? യൂദയുടെ ലേഖനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യൂദയുടെ ലേഖനം പൊതുവായുള്ള ലേഖനങ്ങളിൽ പെട്ട ഒരു ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര ലേഖനങ്ങളുണ്ട്? പുതിയ നിയമത്തിൽ എത്ര ലേഖനങ്ങളുണ്ട്? കേൾക്കട്ടെ, പറഞ്ഞോ. ഈ പണ്ടൊരാള് പറഞ്ഞ പോലെ, അതായത് ഈ കത്തോലിക്കരുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? 10 കൽപ്പനകൾ എന്ത് ചെയ്യണം? അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. 10 കൽപ്പനകൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പം 2 കൂട്ടുകാരന്മാരുടെ കല്യാണം ഒരേ സമയത്ത് വന്നു. അപ്പൊ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണം? ഇത് അച്ഛനെ പറഞ്ഞു കേൾപ്പിക്കണം, പഠിച്ചിട്ട് അച്ഛനെ പറഞ്ഞു കേൾപ്പിക്കണം. അപ്പൊ ആദ്യത്തെ ഒരു വ്യക്തി എന്ത് ചെയ്തു? അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പൊ അച്ഛൻ ചോദിച്ചു, എടാ എത്ര കൽപ്പനയുണ്ട്? അപ്പൊ പറഞ്ഞു 10. അപ്പൊ അച്ഛൻ ചോദിച്ചു, എടാ 10 ഉള്ളോടെന്ന് ചോദിച്ചു. അല്ല അച്ഛ 30 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്ര വീണ്ടും ചോദിച്ചു. അപ്പൊ ഇല്ലില്ല അച്ഛൻ 70 ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ചോദിച്ചു, 70? അല്ല 90 ഉണ്ടെന്നാണ്. 90. എടാ 90 ഉള്ളതെന്ന് ചോദിച്ചു. അല്ല അച്ഛൻ 100 ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ടും ഇല്ല 100 ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നീ വീട്ടിൽ പൊക്കളം പറഞ്ഞു. അങ്ങനെ ഇവനെ പറഞ്ഞു വിട്ടു. അപ്പൊ മറ്റവൻ കൂട്ടുകാരൻ അടുത്ത കല്യാണം കഴിക്കുന്നവൻ ഇങ്ങോട്ട് വരിക. അപ്പൊ ഇവനോട് ചോദിച്ചുടാ, അച്ഛൻ എന്താ നിന്നോട് ചോദിച്ചെന്ന് ചോദിച്ചു. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചേ? അപ്പൊ ഇങ്ങനെ 10 കൽപ്പനകൾ. അണ്ട് നീ എന്ത് പറഞ്ഞു? അപ്പൊ അവൻ പറഞ്ഞു, അപ്പൊ മറ്റോ ചോദിച്ചു, ഇവനോട് ചോദിച്ചേ നിനക്കറിയാമെന്ന് ചോദിച്ചു. 10 കൽപ്പന എത്ര? അല്ല കൽപ്പനകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, സിമ്പിളായിട്ട് പറഞ്ഞു 10. ഞാൻ പഠിച്ചിട്ടാരെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറയണേ, ഞാൻ 100 വരെ പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് നിന്റെ 10 കൊണ്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പം ലേഖനങ്ങൾ എത്രയാണെന്നറിയാമോ? 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. 21 ലേഖനങ്ങളാണ്. ഇതിലെ 21 ലേഖനങ്ങളില് 14 എണ്ണം പൗലോസ് എഴുതി എന്നാണ് എന്ത് ചെയ്യുന്നത്? പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷെ എബ്രായ ലേഖനത്തെ കുറിച്ച് എപ്പിസ്റ്റലിന്റെ കാര്യം പറയുന്നത് കേട്ടോ, ലേഖനങ്ങൾ. ഓക്കെ. അപ്പം ഈ എബ്രായ ലേഖനത്തെ കുറിച്ച് ഭയങ്കര തർക്കം വാദമുണ്ട്. അപ്പൊല്ലോസ് എഴുതിയെന്ന് പറയുന്നു, പ്രിസ്കല്ലി എഴുതിയെന്ന് പറയുന്നു, അക്കില്ലാവ് എഴുതിയെന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെ ഈ എബ്രായ ലേഖനം ഭൂരിഭാഗം ആൾക്കാരും പൗലോസ് എഴുതിയെന്ന് പറയുന്നു. അപ്പൊ ഇതിനെല്ലാത്തിനും കാരണങ്ങൾ നിർത്താനും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എബ്രായ ലേഖനം ഒരു തർക്ക വിഷയമായതുകൊണ്ട് പൗലോസിന്റെ ലേഖനങ്ങള് 13+1 എന്ന് പറയാൻ നല്ലത്. കാരണം എബ്രായ ലേഖനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീർത്തും പറയാൻ പറ്റത്തില്ല. എങ്കിലും ഭൂരിഭാഗം അംഗീകരിക്കപ്പെട്ടത് പൗലോസ് എഴുതിയതെന്നാണ് എന്ത് ചെയ്തത്? അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ 14 ലേഖനങ്ങൾ എന്ത് ചെയ്തു? 21 14 ലേഖനങ്ങൾ അവിടെ മാറി. ബാക്കി എത്ര ലേഖനങ്ങളുണ്ട്? എത്രയുണ്ട്? 21 14 പോയ എത്രയുണ്ട്? ബാക്കി 7 ലേഖനങ്ങളുള്ളത്. അപ്പൊ ഈ 7 ലേഖനങ്ങളെയാണ് പൊതുവിലുള്ള ലേഖനങ്ങൾ, അല്ലെങ്കിൽ സാർവത്രിക ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ പൊതുവായ ലേഖനങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, പിന്നെന്താണ്? യൂദ. അപ്പൊ ഈ 7 പുസ്തകങ്ങളെയാണ് പൊതുവായുള്ള ലേഖനങ്ങൾ, അല്ലെങ്കിൽ കാതോലിക ലേഖനങ്ങൾ, സാർവത്രിക ലേഖനങ്ങൾ എന്നെന്ത് ചെയ്യുന്നേ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ മനസ്സിലായോ? മൊത്തം 21 ലേഖനങ്ങള്. അതില് 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയെന്ന് പറയപ്പെടുന്നു, 13+1. ബാക്കി 7 ലേഖനങ്ങളാണ് പൊതുവായിട്ടുള്ള ലേഖനമെന്ന് പറയുന്നത്. ഈ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ തന്നെ കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങൾ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ എന്തുണ്ട്? അത് 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോൻ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, പിന്നെതാ ഫിലോമോൻ. ഈ 4 ലേഖനങ്ങളാണ് ഏത്? കാരാഗ്രഹ ലേഖനങ്ങൾ. ഇനി ഇതിനകത്ത് ഇടയലേഖനങ്ങളുണ്ട്. 3 ലേഖനങ്ങൾ ഇടയലേഖനങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. ഒന്ന് പറഞ്ഞേ. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. അപ്പൊ 3 ലേഖനങ്ങൾ ഏതാണ്? ഇടയലേഖനങ്ങൾ.
4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങൾ. ഓക്കെ, പൗലോസിന്റെ ലേഖനങ്ങളാണത്. പിന്നെ നമ്മൾ കണ്ടു 7 ലേഖനങ്ങൾ പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ, അല്ലെങ്കിൽ കാതോലിക ലേഖനങ്ങൾ, അല്ലെങ്കിൽ സാർവത്രിക ലേഖനങ്ങൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. ഓക്കെ, ലേഖനങ്ങളെ കുറിച്ച് ഇത്ര പിടുത്തം കിട്ടിയോ? മൊത്തം എത്ര ലേഖനമുണ്ട്? 21 ലേഖനങ്ങൾ. അതിലെ 14 ലേഖനങ്ങൾ പൗലോസിന്റെ എന്ന് പറയപ്പെടുന്നു. പിന്നെന്താണ്? 7 ലേഖനങ്ങൾ പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ. കാരാഗ്രഹ ലേഖനങ്ങൾ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, അതേപോലെ എന്താണ് ഇടയ ലേഖനങ്ങൾ എത്ര ഉണ്ട്? പറഞ്ഞാട്ടെ, 3 എണ്ണം. ഓക്കെ, ഇത്ര ഓക്കെ അല്ലോ. അപ്പൊ ഈ യൂദയ ലേഖനം 7 ലേഖനത്തിൽപ്പെട്ടതാണ്, 7 വിഭാഗത്തിൽപ്പെട്ടതാണ്. പറഞ്ഞോ, യാക്കോബ് തൊട്ട് യൂദ വരെ പറഞ്ഞാട്ടെ പൊതുവായ ലേഖനങ്ങളിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ പൊതുവായ ലേഖനങ്ങളിൽപ്പെട്ടതാണ് ഏത്? യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോൾ പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ പഠിക്കുന്നത് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നത്. യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1, 2, 3 യോഹന്നാൻ, യൂദ. അങ്ങനെ 7 ലേഖനങ്ങൾ. 7 ലേഖനങ്ങളാണ് ഏത്? പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ. അപ്പൊ നാളെ അടുത്ത ആഴ്ച വരുമ്പോൾ ചോദിക്കൂട്ടോ, പറയണം. ഓക്കെ, മറ്റുള്ള നമുക്ക് പതിയെ ചോദിക്കാം, അധികം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? അതിന്റെ വിഭജനമൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി നമ്മള് ഈ യാക്കോബില് ക്രിസ്തുവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്. ക്രിസ്തു യാക്കോബിൽ. ഒന്ന് വായിച്ചാട്ടെ, 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. അപ്പൊ അവിടെ പറയുന്നത് ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്. അപ്പോൾ ഇവിടെ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും ഒരുമിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് എന്താണ് കാണിക്കുന്നത്. ആമേൻ. അനേക വാക്യങ്ങളിൽ ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 9:5 വായിച്ചു. 9:5 വായിച്ചേ. റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം. ചാടി പെടുത്തെടുത്ത് വായിക്കും. വായിച്ചോ. കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ നമ്മുടെ യേശു ഒരു കുട്ടി ദൈവമല്ലെന്ന്. യേശു സർവത്തിനും മീതെ ദൈവമായിരിക്കുന്നവൻ. സർവത്തിനും മീതെ എന്ന് പറഞ്ഞാൽ സകലത്തിനും മീതെ. അതിന് കീഴേ ബാക്കി ഏത് ശക്തികളുള്ളൂ, അല്ലെ? ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ യേശു സർവത്തിനും മീതെ ദൈവമാണ്. പക്ഷെ ഇന്ന് പലരും പറഞ്ഞു യേശു കുട്ടി ദൈവമാണെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ഇനി ഒന്ന് വായിച്ചേ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഇനി 6-ാം വാക്യമാണ്. നമ്മെ സ്നേഹിക്കുന്നവൻ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ കുടിപ്പിച്ച് തന്റെ പിതാവായ ദൈവത്തിനെ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവരെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളെ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അൽഫയും ഒമേഗയും ആകുന്നു. എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി കണ്ടോ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്തപ്പോൾ നമ്മുടെ യേശുവാണ് സർവശക്തിയുള്ള ദൈവമാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തതാണ്. നമ്മുടെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവൻ ആദിയുമില്ല
അന്ത്യവുമില്ല. അപ്പൊ നമ്മുടെ യേശു ആരാണ്? അവൻ സർവശക്തിയുള്ള ദൈവമാണെന്ന്. എന്ന് പറഞ്ഞാൽ ഏത് പിശാചിന്റെ കരത്തിൽ നിന്നും, ഏത് ദുഷ്ടരായ മനുഷ്യരുടെ കരത്തിൽ നിന്നും വിടുവിപ്പാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് ആര്? നമ്മുടെ യേശു. സകലത്തിനും മീതെ ദൈവം. രണ്ടെന്താണ്? സർവശക്തിയുള്ള ദൈവമാണ് യേശു. ഇനി 3, 1 യോഹന്നാൻ 5:20 വാക്യം വായിച്ചാട്ടെ. 1 യോഹന്നാൻ 5:20. 1 യോഹന്നാൻ 5:20. കണ്ടോ? സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്ന് മതി. നമ്മുടെ യേശു സത്യദൈവമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല. വഴിയായവൻ, സത്യമായവൻ യേശുക്രിസ്തു മാത്രമേയുള്ളൂ. നമ്മുടെ യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു ചോദിച്ചു, എന്റെ പാപത്തെ കുറിച്ച് ആർക്ക് ബോധം വരുത്തുവാൻ കഴിയും? ഉലകത്തിലെ ഒരുത്തരും യേശുവിന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയില്ല. കാരണം യേശുക്രിസ്തു സത്യവാനായ ദൈവമാണ്. ആമേൻ. ഈ ലോകത്തിലെ സകല വ്യക്തികളും നുണപ്രചാരങ്ങൾ നടത്തുമ്പോൾ ആമേൻ, നമ്മുടെ യേശു സത്യവാനാണ്. കാരണം യേശു പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം യേശു ആരാണ്? സത്യമാണ്. ആമേൻ. ഇനി ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യം. യെശയ്യാ 9:6. യെശയ്യാ പ്രവചനം 9:6. ബേബി ഇരിക്കണേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. കണ്ടോ? നമ്മുടെ യേശു അത്ഭുതമന്ത്രി. അവൻ വീരരാം ദൈവമാണ്. ആമേൻ. ചുക്കിച്ചുളിഞ്ഞൊരു നേതാവല്ലെന്ന്, കഴിവില്ലാത്തൊരു നേതാവല്ലെന്ന്. യേശുക്രിസ്തു വീരരാം ദൈവമാണ്. അവൻ നിത്യതയുടെ പിതാവാണ്. ആമേൻ. അവൻ നിത്യ പിതാവാണ്. അവൻ നിത്യതയുടെ പിതാവാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. കണ്ടോ? യേശുക്രിസ്തു ആരാണ്? സമാധാനത്തിന്റെ പ്രഭു. അതുകൊണ്ടാണ് നമുക്ക് സമാധാനമുള്ളത്. അമ്മേ, ലോകത്തിന് സമാധാനമില്ലാതിരിക്കുമ്പോൾ, കഷ്ടതയുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നിന്ദയുണ്ടെങ്കിലും ഉപദ്രവമുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലത്തൊരു സമാധാനമുള്ള എന്തുകൊണ്ടാണ് അറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, സമാധാനത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, പ്രഭുവായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമാധാനമുള്ളത്. ആമേൻ. അപ്പൊ നമ്മുടെ യേശു ആരാണ്? അവൻ വീരനാം ദൈവമാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം വായിച്ചേ. തീത്തോസ് 2:12. തീത്തോസ് 2:12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും, ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിച്ചേ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ആ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയേലും പ്രപഞ്ചമോഹവും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടത് അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. അവിടെ പറഞ്ഞു നമ്മുടെ യേശു മഹാദൈവമാണ്. തീത്തോസിൽ എന്താ പറഞ്ഞേ? അപ്പൊ നമ്മുടെ യേശു കുട്ടി ദൈവമാണോ? അല്ല. ഞങ്ങളെ പറഞ്ഞേ, ഇന്ന് വിവിധ ഉപദേശകന്മാരൊക്കെ പറഞ്ഞെന്ന് വരുന്നു യേശു കുട്ടി ദൈവമാണെന്ന് പറഞ്ഞു. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു? നമ്മുടെ യേശു മഹാദൈവമാണ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നവനല്ല, ചില്ലുകൂട്ടിൽ ഒതുങ്ങിയിരിക്കുന്നവനല്ല, ആമേ തെരുക്കോണുകളിൽ ആമേ അടങ്ങിയിരിക്കുന്നവനല്ല, ആമേൻ അങ്ങനെയുള്ള മനുഷ്യനിർമ്മിതമായ ആമേ സ്ഥാപനങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നവനല്ല. നമ്മുടെ യേശു മഹാദൈവമാണ്. സർവത്തെയും ഭരിക്കുന്നവനാണ്. ആമേ സർവത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആമേൻ. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് തോമസ് പറഞ്ഞത്. വായിച്ചേ. യോഹന്നാന്റെ വിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിച്ചേ.
യോഹന്നാന്റെ വിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. എന്റെ കർത്താവും എന്റെ ദൈവവും. തോമസ് പറയുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. മതി. യേശുക്രിസ്തുവോടെ പറഞ്ഞോ, അയ്യോ ഞാൻ കർത്താവും അല്ല, ഞാൻ ദൈവമല്ലെന്ന് പറഞ്ഞോ? ഇല്ല. കാരണം യേശുക്രിസ്തു ദൈവവും കർത്താവും ആയതുകൊണ്ടാണ് എന്ത് ചെയ്തേ? യേശുക്രിസ്തു എന്ത് ചെയ്തേ? അത് സമ്മതിച്ചത്. ആമേൻ. നമ്മുടെ യേശുക്രിസ്തു ദൈവമാകാൻ വേണ്ടി നടക്കുന്ന ആളല്ല. ആമേൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഞാൻ ദൈവമാണ്, ഞാൻ ദൈവമാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നടക്കാഞ്ഞത്. പക്ഷെ ഇന്നൊക്കെ ആൾക്കാരൊക്കെ ദൈവമാകാൻ വേണ്ടി നടക്കുക. അതുകൊണ്ടാണ് ഈ അത്ഭുതം അടയാളവും ലൊട്ടുലൊടുക്ക് വിദ്യകളും ഒക്കെ എന്ത് ചെയ്യുന്നത്? അവർ കാണിച്ചുകൊണ്ട്, അത്ഭുതം അടയാളം കാണിച്ചുകൊണ്ട് ഞാൻ ദൈവമാണെന്ന് അറിയിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ യേശുവിന് അതിന്റെ ആവശ്യമില്ല. കാരണം യേശു ഓൾറെഡി ദൈവമാണ്. ആ ദൈവം താണഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നതാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ഫിലിപ്പ് ലേഖനം 2-ന്റെ 6 വാക്യം വായിച്ചേ. ഫിലിപ്പ് ലേഖനം 2-ന്റെ 6 മുതൽ. മഴയത്ത് പോരുതട്ടോ. അവൻ ദൈവരൂപത്തിലിരിക്കെ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത്. കണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. കണ്ടോ? ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. കണ്ടോ? വേഷത്തിൽ എന്ത് ചെയ്തു? മനുഷ്യനായി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവൻ. അതാണ് ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റിയാണ്. കണ്ടോ? സമത്വമാണ്. സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആ സ്വർഗീയ മഹിമകൾ അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് അവൻ ദാസനായി വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഒരു കുട്ടി ദൈവമായിട്ടല്ല. ആമേൻ. അപ്പൊ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് പിതാവിനെ പിതാവേ എന്ന് വിളിച്ചേ? ഇന്ന് ദുരിതക്കാരൊക്കെ പറയുന്ന അത് മനസ്സിലാകാത്തതുകൊണ്ടാ. അധികാരത്തിൽ ഇവർ സമന്മാരാ, ദൈവത്വത്തിൽ സമന്മാരാണ്. പക്ഷെ എന്താണ്? മനുഷ്യത്വത്തിലാണ് എന്തുള്ളത്? പറഞ്ഞാട്ടെ, വ്യത്യാസമുള്ളത്. അധികാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് യേശുക്രിസ്തു മനുഷ്യപുത്രനായിട്ട് ഭൂമിയിലേക്ക് വരണമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഉദാഹരണം അതാ. ഇപ്പൊ ഒരു ഉറുമ്പ് തിരികെ പോവുക, സാമിന് ഉറുമ്പിനോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതിനെന്താ വഴി? ഒന്നുകിൽ സാമ ഉറുമ്പിനെ പോലെ ആകുക, അല്ലെങ്കിൽ ഉറുമ്പ് സാമിനെ പോലെ ആകുക. ഈ രണ്ട് കാര്യം സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഉറുമ്പുമായിട്ട് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇതേപോലെയാണ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ ദൈവം ദൈവമായിട്ട് ഇറങ്ങി വന്നാൽ ഇവരെ എല്ലാം നിന്ന് കത്തും. നമുക്കറിയാം, സീനായ് മലയിൽ ദൈവം പർവ്വതത്തിന് മുകളിൽ ഇറങ്ങിയപ്പം പർവ്വതം നിന്ന് കുഴിഞ്ഞെന്ന. എന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഒരുത്തരും പർവ്വതത്തിൽ തൊടാതിരിക്കാൻ എന്ത് ചെയ്യണം? പർവ്വതത്തിന്റെ ചുറ്റും എന്ത് ചെയ്യണം? വേലി കെട്ടണം. ഒരു മൃഗമോ മനുഷ്യനോ പർവ്വതത്തിൽ തൊട്ടാൽ അവൻ മരിച്ചു വീഴും. പർവ്വതത്തിന്റെ മുകളിൽ ദൈവം ഇറങ്ങിയപ്പോൾ താഴെയുള്ള പർവ്വതത്തിന്റെ അടിവാരത്തിൽ തൊട്ടാൽ അവൻ മരിച്ചു വീഴുമെങ്കിൽ നമ്മുടെ ദൈവം ആരാ? ഞാൻ പറയുന്നുണ്ടോ? അപ്പൊ ദൈവമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവില്ല, എല്ലാം കത്തിക്കരിഞ്ഞു പോകും. എന്തിനേറെ പറയുന്നു? ദൈവം സൃഷ്ടിച്ച സൂര്യനെ നമുക്ക് നോക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടാക്കിയ സൂര്യനെ പോലും ഒരു 10 മിനിറ്റ് നോക്കിയിരിക്കാൻ പറ്റുമോ? ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് നോക്കിയാൽ കണ്ണിങ്ങനെ അന്ധമായി പോകില്ല. പിന്നെ എവിടെ നോക്കിയാലും ഇരുട്ടായിരിക്കും നമുക്ക്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയായ സൂര്യനെ പോലെ നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ദൈവത്തെ നമുക്ക് നോക്കാൻ പറ്റുമോ? അതാ ബൈബിൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ ദൈവിക സ്വഭാവങ്ങളും ഗുണങ്ങളും നമുക്ക് എങ്ങനെ മനസ്സിലായി? ദൈവം മനുഷ്യരൂപമെടുത്ത് യേശുവിലൂടെ നമുക്കത് വെളിപ്പെടുത്തി തന്നു. അതാ യേശു പറഞ്ഞു വെച്ചാൽ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനുഷ്യത്വത്തിൽ, അല്ലെങ്കിൽ യേശു ആ ദൈവപുത്രനായപ്പോഴാണ് ദൈവം എന്തായി മാറിയ? പിതാവായിട്ട് നിന്നു. എന്നൊക്കെ മനസ്സിലാക്കണം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, സാധാരണ ദൈവത്തെ ഒന്നിനോട് സാദൃശ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ എങ്കിലും ആ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൃഷ്ടി ഏതാണ്? മനുഷ്യനാണ്. കാരണം മറ്റെല്ലാ സൃഷ്ടിയെയും എന്താണ്?
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാ. പക്ഷെ മനുഷ്യന്റെ ദൈവം കരങ്ങൾ കൊണ്ട് മെനഞ്ഞിട്ട് ദൈവത്തിന്റെ ശ്വാസം എന്ത് ചെയ്തു? അവനിലേക്ക് ഊതി. അതാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൃഷ്ടി ഏതാണ്? മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഉദാഹരണം എടുത്താൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവൻ മനുഷ്യൻ അല്ലെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഘടകങ്ങൾ കൂടിയതാ. ഒന്നെന്താണ്? ദേഹം. 2 ദേഹി. 3 ആത്മാവ് അല്ലെ. ദേഹം എന്ന് പറഞ്ഞാൽ ഈ പുറമേ കാണുന്ന ഈ ശരീരം. ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിന്ത, ഇച്ഛ, വികാരം ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ദേഹി എന്ന് പറയുന്നത്. അതാണ്, ആ ദേഹിയാണ് നമ്മുടെ ദേഹത്തെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത് അല്ലെ. ഞാൻ ഉദാഹരണം പറയാറുള്ളത് എങ്ങനെയാണ്? ഒരു നായ അവിടെ നിന്ന് ഓടി വരും നമ്മളെ കടിക്കാൻ അല്ലെ. ഓടി വരുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണുകൊണ്ടാണ്, ശരീരം കൊണ്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ ശരീരം അകത്ത് ദേഹിക്ക് ആലോചന കൊടുക്കും. ദേ ഇങ്ങനെ നായനെ കണ്ടിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ദേഹി എന്ത് പറയും? ശരീരത്തോട് എന്ത് പറയും? ഒന്നുകിൽ ഓടിക്കോ അല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞോളാൻ പറയും. അതായത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ഘടകത്തെയാണ് എന്ത് പറയുന്നത്? ഈ ദേഹി എന്ന് പറയുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക്? 3 ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഘടകമാണ് അല്ലെ. ഒരു മൃഗങ്ങൾ അമ്പലത്തിലെ പള്ളിയിൽ പോകാറില്ല. അതിന്റെ കാര്യം എന്താ? മൃഗങ്ങൾക്ക് എന്തില്ല? ആത്മാവില്ല അല്ലെ. പശു ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെ. ഏതെങ്കിലും കുരങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടോ? അതിന്റെ കാര്യം എന്താ? അവറ്റങ്ങൾക്ക് ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ. സകല മൃഗജാലങ്ങൾക്കും ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ, ആത്മാവില്ല. പക്ഷെ ആർക്ക് ആത്മാവുണ്ട്? മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഏത് നിരീശ്വരവാദിയും അവസാനം മരണത്തോട് മല്ലടിക്കുമ്പോൾ ദൈവമേ എന്ന് ചെയ്യും, വിളിച്ചു പോകും. കാരണം എന്താണ്? അവന്റെ അകത്ത് ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവം മനുഷ്യന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിത്തീർന്നെന്ന് ബൈബിൾ പറയുന്നു. ആമേൻ. ആ ദൈവത്തിന്റെ ശ്വാസത്തെയാണ് നമ്മുടെ ഈ ആത്മാവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, ഇത് 3ഉം കൂടെ കൂടിയാലേ എന്താവുള്ളൂ? മനുഷ്യനാവുള്ളൂ. ദേഹം മാത്രമാണെങ്കിൽ അതിനെന്ത് പറയും? അതിനെ ഡെഡ് ബോഡി എന്ന് പറയും അല്ലെ. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആത്മാവും പ്രാണനും കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ പിന്നെ അവനെന്താ പറയുള്ളൂ? ഡെഡ് ബോഡി കിടക്കും നമ്മൾ പറയുള്ളൂ അല്ലെ. അപ്പം ദേഹം മാത്രം ഉള്ളതുകൊണ്ട് എന്താവില്ല? മനുഷ്യനാവില്ല. ദേഹി മാത്രം ഉള്ളതുകൊണ്ട്, ശരീരമില്ലാതെ ദേഹി മാത്രം ഉണ്ടായാൽ അതിനെന്ത് പറയും? പറയൂ, മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആത്മാവ് മാത്രം ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആത്മാവ് എന്ന് പറയും, അല്ലാതെ ഇന്ന മനുഷ്യൻ എന്ന് പറയത്തില്ല. കണ്ടോ? അപ്പൊ ഇത് ഈ 3ഉം കൂടെ കൂടുമ്പോൾ മാത്രമേ എന്താകുള്ളൂ? മനുഷ്യനാകത്തുള്ളൂ. ഇതേപോലെ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3ഉം കൂടിയതിനാണ് ഈ ദൈവം എന്ന് പറയുന്നത്. ഇനി മനുഷ്യനെ പോലെയല്ല. മനുഷ്യനെ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ പ്രത്യക്ഷമാകാൻ പറ്റുള്ളൂ. ഇനി മനുഷ്യനും ദൈവവും നമ്മൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് ഒരു സമയത്ത് ഒരു സ്ഥലത്തെ പ്രത്യക്ഷമാകാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിന് എത്ര രൂപം വേണമെങ്കിലും ഏത് സമയത്തും എത്ര സ്ഥലത്തും വേണമെങ്കിലും ചെയ്യാം. ദൈവത്തിന് എടുക്കാൻ കഴിയും. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഈ അബ്രഹാമിന്റെ അടുക്കിലേക്ക് 3 ദൂതന്മാർ വന്നു പറയുന്നു. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അവസാന വാക്യം പഠിക്കുമ്പോൾ അതിൽ 2 ദൂതന്മാർ എവിടേക്ക് പോയി? സോദോമിലേക്ക് പോയി. ഒരാള് യഹോവയായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് എന്ത് വേഷം എടുക്കാം? മനുഷ്യന്റെ വേഷം എടുക്കാം, ദൂതന്റെ വേഷം എടുക്കാം, ഏത് വേഷമല്ല എടുക്കാം. അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന് എവിടെയും എന്ത് ചെയ്യാം? 1000 സ്ഥലത്തോ 1,00,000 സ്ഥലത്തോ ഒരുപോലെ എന്ത് ചെയ്യാം? പ്രത്യക്ഷമാകാൻ കഴിയും. അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അധികാരത്തിൽ സമന്മാരാ. പക്ഷേ ദൈവം പുത്രനായപ്പോൾ എന്ത് ചെയ്തു? ഒരു പിതാവ് വേണം അല്ലെ. പുത്രനാണെങ്കിൽ എന്ത് വേണം? ഒരു പിതാവ് വേണമല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് ദൈവം എന്താണ്? പുത്രനായിട്ട് നിൽക്കുമ്പോൾ മറു സ്ഥലത്ത് ദൈവം എന്താണ്? പിതാവായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു വിഷയത്തിലാണ് എന്ത് ചെയ്തേക്കണേ? യേശുക്രിസ്തു ദൈവത്തെ എന്താണ്? പിതാവെന്ന് വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് വേണ്ടി ഈ ദൈവം തന്നെ മനുഷ്യനായിട്ട് പ്രത്യക്ഷമായപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ അന്ന് സ്വർഗത്തിൽ എന്ത് ചെയ്യാണ്? യേശു ദൈവപുത്രനായതുകൊണ്ട്, പുത്രനായതുകൊണ്ട് ഒരു അപ്പം വേണം. അതുകൊണ്ട് യേശു ഈ ദൈവം തന്നെ എന്താണ്? പുത്രനായിട്ട് അവിടെ വെളിപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എന്തല്ല, യേശു എന്തല്ല, കുട്ടിദൈവമല്ല. നമ്മൾ വായിച്ചു, ദൈവരൂപത്തിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു വന്നവനാണ് യേശു. ഇനി ഒന്നുകൂടി നമുക്ക് വേണ്ടി തെളിയിച്ചു നോക്കാം. യെശയ്യാ പ്രവചനം 40-3 ഒരാൾ വായിച്ചേ. ഒരാൾ മത്തായി 3-3 വായിക്കും. ഒരാൾ യെശയ്യാ പ്രവചനം 40-3, ഒരാൾ മത്തായി 3-3.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഏതാ വായിക്കുന്നത്? 5:3 വായിക്കുന്നത്? അല്ല, 3:3. ആദ്യം യെശയ്യാവ് 40:3 ആദ്യം വായിക്കും. ആ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, യഹോവയ്ക്ക് മരുഭൂമിയിലെ യഹോവയ്ക്ക് വഴിയൊരുക്ക. ശ്രദ്ധിക്കണം, മരുഭൂമിയിൽ ആർക്ക് വഴിയൊരുക്കണം? യഹോവയ്ക്ക് വഴിയൊരുക്കണമാ. പ്രദേശത്ത് നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന്. തിരുവഴി നിരപ്പാക്കി അപ്പം ദൈവത്തിനും യഹോവയ്ക്കും പെരുവഴിയും വഴിയും നിരപ്പാക്കാൻ പറയുക. ഇനി ഈ ദൈവവും യഹോവ എന്ന് വിളിക്കുന്ന ആരെയാണെന്നാണ് മത്തായി 3:3 വായിച്ചേ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരേ വാക്കാവില്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത് ആരാണ് വിളിച്ചു പറയുന്നത്? യോഹന്നാനാണ് വിളിച്ചു പറയുന്നത്. എന്താണ് വിളിച്ചു പറയുന്നത്? കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. കണ്ടോ, എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യേശുവെ എന്ന് നോക്കി പറയുന്നു. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച യഹോവയും ദൈവമായവൻ യേശു ക്രിസ്തുവാണെന്ന് യോഹന്നാൻ അവിടെ തെളിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ യേശു ആരാണ്? യഹോവയാണ്. നമ്മുടെ യേശു ആരാണ്? ദൈവമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പാപിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീരുവാൻ ആമേൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആമേൻ മനുഷ്യപുത്രനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഈ രീതിയിൽ പഠിച്ചാൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? യേശു ക്രിസ്തു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഈ പഠിച്ച് ആവശ്യമില്ലാത്ത പഠിച്ചാണെന്ന് ഇതേക്കണേ ഇന്ന് ദുരുപദേശത്തിലേക്ക് പോയിരിക്കുന്നത്. ആമേൻ. ഇനിയുണ്ട് സെക്രിയ പ്രവചനം എടുത്ത് 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. സെക്രിയ പ്രവചനം 14-ാം അധ്യായം 5-ാം വാക്യം. സെക്രിയ പ്രവചനം 14:5. എന്നാൽ മലകളുടെ താഴ്വര ആ ആസൽ വരെ ആ എത്തുന്നതുകൊണ്ട് ആ നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. ആ ഉത്തരാട്ടായ ഉസിയാവിന്റെ കാലത്ത് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഭൂകമ്പഹേതുവായി ഓടിപ്പോയതുപോലെ. അടുത്തത്, എന്റെ ദൈവമായ യഹോവയും കണ്ട എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും. കണ്ടോ, ദൈവമായ യഹോവയും തന്നോടുകൂടെ വിശുദ്ധന്മാരും വരും. ഇത് എവിടേക്ക് വരുന്നതാണ്? ഒലിവുമലയിലേക്ക് വരുന്ന ഭാഗമാണത്. 2-ാം വാക്യം വായിച്ചറിയാം. 2-ാം വാക്യം വായിച്ചേ. സകല ജാതികളെയും ആ യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുന്നു. ആ നഗരം പിടിക്കപ്പെടുകയും ആ വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. അടുത്തത്, ജനത്തിന് ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. ആ എന്നാൽ യഹോവ പുറപ്പെട്ട് കാരണം എന്നാൽ യഹോവ പുറപ്പെട്ട് യുദ്ധദിവസത്തിൽ താൻ യുദ്ധ ദിവസത്തിൽ എന്ന പോലെ ആ ഇത് യഹൂദന് വിരോധമായി എഴുന്നേൽക്കുന്ന ജാതികളോട് യേശു ക്രിസ്തു പോലെയുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഇതാണ് അല്ലെ യേശു കർത്താവിന്റെ മേഘപ്രത്യക്ഷത. ആണ് അതിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇനി കർത്താവ് യഹൂദന് വേണ്ടി എവിടെ വരും? ഒലിവുമലയിൽ വരും. ഒലിവുമലയിൽ യേശു ക്രിസ്തുവിന്റെ പാദം ചവിട്ടും. ആമേൻ. അവന്റെ പരസ്യവരനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 19:15 വാക്യങ്ങളിൽ ആ യുദ്ധത്തിന് വേണ്ടി, ഹർമഗൻ യുദ്ധത്തിന് വേണ്ടി ഒലിവുമലയിലേക്ക് വരുന്ന വരവിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവസാനം വരെയുള്ള വാക്യങ്ങൾ അവരെ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായിട്ട് വരുന്ന വരവിനെ കുറിച്ച് യഹോവ തന്റെ വിശുദ്ധന്മാരുമായിട്ട് വരുമെന്ന് ബൈബിൾ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ യേശു ആരാണ്? യഹോവയാണ്. ആമേൻ. അപ്പൊ നമ്മുടെ യേശു ക്രിസ്തു ആരാണ്? പറഞ്ഞാട്ടെ, ദൈവമാണ്, യഹോവയാണ്. വളരെ വ്യക്തമായിട്ട് ബൈബിൾ പ്രസ്താവിക്കുന്നു. അല്ലാതെ യേശു ക്രിസ്തു ആരല്ല? ഒരു കുട്ടി ദൈവമല്ല. ദൈവത്തോട് സമത്വമുള്ളവനായി സ്വർഗത്തിലിരുന്ന ദൈവമാണ് യേശു ക്രിസ്തു. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുകയാണ് യേശു ക്രിസ്തു കർത്താവ് പിതാവും പുത്രനായ യേശു ക്രിസ്തു സമത്വത്തിലും മഹത്വത്തിലും തുല്യരെന്നാണ് എന്ത് ചെയ്യാണ് യാക്കോബ്
ഒന്നിൽ എന്ത് ചെയ്യുന്നേ ഈ ഭാഗം നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. യാക്കോബ് 1:12 വാക്യം വായിച്ചേ. ഇനി യേശു ക്രിസ്തുവിനെ കുറിച്ച്. ആമേൻ. അപ്പൊ ഒന്ന്, നമ്മൾ എന്ത് കണ്ടു? യേശു ക്രിസ്തു ദൈവത്തോട് സമത്വമുള്ള ദൈവമാണെന്ന് കണ്ടു. 2, യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ അവൻ കൊള്ളാവുന്നതിനെ കഴിഞ്ഞ ശേഷം ആ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ജീവിതം പ്രാപിക്കും. ആണോ? അപ്പൊ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവകിരീടം കൊടുക്കും. ആമേൻ. അപ്പൊ ജീവകിരീടം കൊടുക്കാൻ കഴിവുള്ള ആളാണ് ആര്? യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതായത് തന്റെ ഭക്തർക്ക് വേണ്ടി കഷ്ടത സഹിക്കുന്ന, നിന്ന സഹിക്കുന്ന, ഉപദ്രവം സഹിക്കുന്ന ആമേൻ വ്യക്തികൾക്ക് വേണ്ടി എന്താണ് പറഞ്ഞാട്ടെ, അവർക്ക് വേണ്ടി പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമായിട്ട് ആര് വെളിപ്പെടുന്നു? യേശു ക്രിസ്തു യാക്കോബ് വെളിപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യാക്കോബ് വെളിപ്പെടുത്തുക. ആമേ 5 കിരീടങ്ങളെ കുറിച്ച് ബൈബിൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നു. ജീവകിരീടം, നീതിയുടെ കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ വാടാത്ത കിരീടം. ആമേൻ. ഇങ്ങനെ എന്താണ് 5 വിധമായ കിരീടങ്ങളെ കുറിച്ച് എന്താണ് ബൈബിള് വെളിപ്പെടുത്തുക. തേജസ്സിന്റെ വാടാത്ത കിരീടം. ഇങ്ങനെ 5 കിരീടങ്ങളെ കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ കിരീടങ്ങളൊക്കെ ആര് തരുന്ന പറഞ്ഞേ? യേശു ക്രിസ്തു നൽകും. എന്ന് പറഞ്ഞാൽ പ്രതിഫലം തരുന്നവനാണ് യേശു ക്രിസ്തു. ഇനി അടുത്തത് 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ മുഖപക്ഷം കാണിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞു നമ്മുടെ കർത്താവ് തേജോവനായ ദൈവത്തിനാണ്, മുഖപക്ഷം കാണിക്കാത്തവനാണ്. ആമേൻ. അല്ലേ? ഇന്ന് ലോകത്തില് അനേകര് മുഖപക്ഷം അല്ലേ ഭരണത്തിലും അല്ലേ. ഇനി വക്കീലന്മാരൊക്കെ എന്താണ് മുഖപക്ഷം കാണിക്കുകയാണ്. അങ്ങോട്ട് പോയി കുറച്ച് പോയി. അപ്പൊ നമ്മുടെ യേശു ആരാണ് പറഞ്ഞാട്ടെ? മുഖപക്ഷം കാണിക്കാത്തവനാണ് നമ്മുടെ യേശു ക്രിസ്തു. ആമേൻ. കൊച്ചെടുത്ത് പുറത്തു പോയി. കൊച്ചെടുത്തിട്ട് പുറത്തു പോകും. നമ്മുടെ യേശു ക്രിസ്തു ആരാണ് പറഞ്ഞാട്ടെ? മുഖപക്ഷം കാണിക്കല്ലേ. ലോകത്തിലെ അമ്മയും മിക്കയിടങ്ങളിൽ എന്താണ് മുഖപക്ഷത്തോടു കൂടിയുള്ള ഭരണങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ യേശു ക്രിസ്തു ആരാണ്? മുഖപക്ഷം കാണിക്കാത്തവന്. മാത്രമല്ല അവൻ തേജോമനായ ദൈവപുത്രനായിട്ട് വെളിപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇനി അതിന്റെ 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിച്ചേ. 2-ന്റെ സോറി 3-ന്റെ 17-18 വീരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലമോ പിന്നെ സമാധാനം ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും. അപ്പൊ അവിടെ പറഞ്ഞു ആ ഉയരത്തിലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ജ്ഞാനം എന്താണ്? സമാധാനമുണ്ട്, ശാന്തതയുണ്ട്, സൽഫലങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് അല്ലെ, നമ്മൾ നേരത്തെ വായിച്ചു, സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ ശാന്തതയും സൽഫലവും നൽകുന്ന ദൈവമാണ്. അല്ലെ, ഇത് ശാന്തയും സമാധാനവും സൽഫലവും ഒന്നും എന്തില്ല ഈ ലോകത്തിൽ കിട്ടാനില്ല. പക്ഷെ എന്താണ് ദൈവം അല്ലെ യേശു ക്രിസ്തു എന്താണ് ഇതൊക്കെ കൊടുക്കുന്നവനാണെന്ന് യാക്കോബ് വെളിപ്പെടുത്തുന്നു. ഇനി 4-ാം അധ്യായം 10-ാം വാക്യം. 4-ന്റെ 10. താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പൊ കർത്താവ് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഈ ലോകത്തിലുള്ള വ്യക്തികളൊക്കെ നമ്മെ താഴ്ത്തുവാൻ നോക്കുമ്പോൾ യാക്കോബ് പറയുന്നു നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ ലോകത്തിലുള്ളവർ നമ്മെ വില കുറച്ച് കണ്ടാലും ദൈവിക സമയമാകുമ്പോൾ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുവാനിടയാകും. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ വെളിപ്പെടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സമയം വരുന്നവരെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? താഴ്ന്നിരിപ്പാൻ തയ്യാറാണ്. കാരണം എന്താണ്? നമ്മളെ കർത്താവ് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഇനി യാക്കോബിന്റെ ലേഖനം തന്നെ 5-7 വായിച്ചേ. 5-7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെയിരിക്കും. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനെ കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെയിരിക്കുന്നത് നിങ്ങളും ദീർഘക്ഷമയോടെയിരിക്കും. അപ്പൊ അവിടെ കർത്താവ് ദീർഘക്ഷമയും മനസ്സിലുള്ളതുമാണ്.
നമ്മുടെ കർത്താവ് ആരാണ്? അല്ലേ, നമ്മളൊക്കെ ഒന്നും രണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ 10 പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ അടി ബഹളായിരിക്കല്ലേ? അല്ലേ, നിന്നോടല്ലേ അത് ചെയ്യുന്ന പറഞ്ഞേ എന്ന് പറഞ്ഞില്ലേ? 10 പ്രാവശ്യമൊക്കെ നമുക്ക് ക്ഷമിച്ചാൽ അത്ഭുതമാണല്ലേ? പക്ഷെ ഇവിടെ കർത്താവ് ആരാ? അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോണേ. അല്ലെങ്കിൽ തൊട്ടനും പിടിച്ചൊക്കെ അടിയായിരുന്നെങ്കിൽ ഇന്ന് മിക്കവാറും, അല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം അതാ, ഈ പഴയ യുഗത്തില് മക്കള് തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? പട്ടണവാദിക്ക് കൊണ്ടുപോയിട്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം നിയമം. മാതാപിതാക്കന്മാരെ അങ്ങനെയായിട്ട് ഇന്ന് പെന്തക്കോസിൽ ഒറ്റ പിള്ളേരുണ്ടാവില്ല. സെമിത്തേരികൾ മേടിച്ച് തോക്കും. കാരണം അടക്കാന് നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവ് ഇന്ന് ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? രക്ഷപ്പെട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? യാക്കോബിൽ ആരാണ് നമ്മുടെ കർത്താവ്? ദീർഘക്ഷമയുള്ള ഒരു കൃഷിക്കാരനാണ് നമ്മുടെ കർത്താവ്. ഓക്കെ, ഇനി യാക്കോബ് 5:11 വായിച്ചേ. 5:11. 5-ാമത്തെ 11 വാക്യം. ആ ആ ആ ആ കാരണം നമ്മുടെ കർത്താവ് ആരാണ്? മഹാകരുണയും മനസ്സലിവുമുള്ള ദൈവമാ. നമ്മുടെ കർത്താവ് എത്രയാണെന്നറിയോ? എത്ര മനസ്സലിവാ! ആ ഇളയ പുത്രൻ അല്ലേ, മുടിയപുത്രൻ. നമ്മൾ പറഞ്ഞു മുടിഞ്ഞു പോയത് കൊണ്ടാണ് അവന് മുടിയപുത്രൻ എന്ന് പറഞ്ഞപ്പോ മുടിയപുത്രനാക്കി. പക്ഷെ ബൈബിളിൽ നിന്നാണ് ഇളയ പുത്രനെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവൻ തന്റെ സമ്പത്തും സ്വത്തും അവന്റെ വീതവും മേടിച്ചോണ്ട് പോയി. അല്ലെ, അപ്പന് ഒരു 100 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഇവന് 50 ഏക്കർ എന്ത് ചെയ്തു? മേടിച്ചു. അവന്റെ വീതം മൊത്തം മേടിച്ച് അതൊക്കെ വിറ്റ് കാശാക്കിയിട്ട് അവൻ എങ്ങോട്ട് പോയി? ദൂരദേശിക്ക് പോയി. എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടും അവൻ വന്നപ്പോ അവനെ സ്നേഹിച്ച് അവനെ കെട്ടിപ്പിടിച്ച് അവന് ചുംബനം കൊടുത്തിട്ട് അവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഇടിച്ച് വലിയ തടിച്ച കാളക്കുട്ടീനെ കറുത്ത് ആഘോഷിക്കുന്ന ഒരു അപ്പൻ. നമ്മളാണെങ്കിൽ വലിയ പത്തലായിട്ട് കാത്തിരിക്കും വരുമ്പോ കാല് തല്ലി പിടിക്കാൻ. അല്ലേ? കാരണം വീട്ടിൽ അവനിന് ഒന്നുമില്ല, മൊത്തം ചെയ്തു കൊണ്ടുപോയി. ബാക്കിയുള്ള ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ ആഘോഷം മൊത്തം നടത്തേക്കണത്. അല്ലേ? എന്നാലോചിക്ക്. ഇന്നാളൊരു അപ്പം പറഞ്ഞതാ, ഒരു സമയം വരെ ഞാൻ നോക്കും, അവൻ വന്നില്ലെങ്കിൽ പിന്നെ അവൻ എൻ്റെ വീട്ടിലെ ആളല്ല എന്ന് പറഞ്ഞതാ. പിന്നെ അങ്ങനെ ഒരു മോൻ എനിക്കില്ലെന്നാ പറഞ്ഞത്. ഒരു സമയം, ഏത് സമയം വരെ എനിക്കറിയത്തില്ല. കാരണം അവര് പ്രതീക്ഷിക്കുന്ന സമയത്ത്, ആവശ്യമുള്ള സമയത്ത് അല്ലാതെ തോതി പറയുന്ന ഇതിന്റെ സത്രാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയാൻ സാധനമുണ്ടോ? ആമേൻ. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? കരുണയും മനസ്സലിവുമുള്ളവനാണ്. അടുത്തത് 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. യാക്കോബ് 5:14-15. ആ ആ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആ എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. മതി. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? പ്രാർത്ഥന കേൾക്കുന്നവരാണ്. തെറ്റുകളെ ഏറ്റുപറയുമ്പോൾ, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ ദീനക്കാരന് ആര് സൗഖ്യം കൊടുക്കും? നമ്മുടെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ഇതിനു വേണ്ടി ഒരു ഇന്ന സ്ഥലത്തൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്ത് കുത്തിരിക്കുന്നവനല്ല. നമ്മുടെ റൂമിന്റെ അകത്ത് നമ്മൾ ഭാരത്തോടുകൂടി, ഹൃദയം നുറുക്കത്തോടുകൂടെ ആമേൻ ദൈവസ്ഥലം മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. അതാ വേണ്ട, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതെങ്കിലും അവിടെ നിന്ന് കണ്ണടച്ചെന്നാണ് നമ്മളൊന്ന് മനസ്സിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി അവിടെയും ഇറങ്ങി വരും. അതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. കാരണം നമ്മുടെ ദൈവം ആരാണ്? സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഓക്കെ, ഇനി 9-ാമത്തെ പോയിന്റ് 5:9 വായിച്ചേ. യാക്കോബ് 5:9. ആ ഇതാ ന്യായാധിപതി വാദിക്കൽ നിൽക്കുന്നു. മതി. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? ന്യായാധിപതിയാണ്. അവൻ വിധിക്കുന്നവനാണ്. കാരണം ഈ യോഹന്നാന്റെ വിശേഷം 5-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിച്ചേ. 5:22. ഇനി ആരാണ് ന്യായം വിധിക്കുന്നത്? യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ
പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. കണ്ടോ, പിതാവിനി ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇനി ആരെ ന്യായം വിധിക്കുന്നത്? പിതാവാണോ പുത്രനാണോ? ഇനി എല്ലാ ന്യായവിധിയും പുത്രനായിരിക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 20-ാം അധ്യായം 12-ാം വാക്യം മുതൽ പറയുന്ന 12 വാക്യങ്ങൾ പറയുന്ന അന്ത്യന്യായവിധി അത് ആര് തന്നെ നടത്താൻ പോന്നേ? യേശു ക്രിസ്തുവാണ് നടത്താൻ പോന്നേ. ഇപ്പോൾ ഒരു വക്കീലിന്റെ വേഷമാണ് യേശു ക്രിസ്തു കെട്ടിയിരിക്കുന്നെങ്കിൽ അവൻ ഇനി വരാൻ പോകുന്നത് ആ ഒരു ജഡ്ജി ആയിട്ടാ, വിധി പുറപ്പെടുവിക്കുന്ന ഒരു ജഡ്ജി ആയിട്ടാ. പിന്നെ അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ആമേൻ. വക്കീലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാദിക്കാം. പക്ഷെ ജഡ്ജിക്ക് വാദിക്കാൻ പറ്റുമോ? വാദിക്കാൻ പറ്റത്തില്ല. അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നവനാണ് ആര്? ജഡ്ജി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത്, മാനസാന്തരപ്പെടണം. ആമേൻ. ഇന്ന് ലോകത്തിന് വേണ്ടി ആര്? യേശു ക്രിസ്തു ചെയ്ത് പക്ഷപാതം ചെയ്യുക. ഒന്ന് വായിച്ചു നോക്കിയേ. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ന്റെ 1-2 വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ന്റെ 1-2, 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ ആ ആ അതോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അറിയുക, അല്ലോ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ മാത്രമല്ല. അപ്പൊ യേശു ക്രിസ്തു ഇപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എന്ത് ചെയ്യാണ്? പക്ഷപാതം ചെയ്യാണ്. അല്ലെ? റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 32 മുതൽ വാക്യങ്ങൾ വായിച്ചേ. അവിടെയുണ്ട് 32, 34, 32 ആയിരിക്കും. ക്രിസ്തുയേശു മരിച്ചവൻ 34ആണോ? 34 എത്ര വാക്യം? 34. വായിച്ചോ. ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. കണ്ട, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും. കണ്ട, വളരെ കറക്റ്റ് വാക്യമാണ്. നമുക്ക് വേണ്ടി ഇപ്പൊ പക്ഷപാതം എന്ന് പറഞ്ഞ വക്കീലിന്റെ ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ഇപ്പം യേശു ക്രിസ്തു ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോ പിതാവ് എപ്പോഴും എന്താണ്? കോപിക്കുന്ന ആളാ. അപ്പൊ തന്നെ ശിക്ഷ കൊടുക്കും. അതാണ് കോരകനും കൂട്ടർക്കും ഒക്കെ എന്ത് ചെയ്തേ? അപ്പൊ തന്നെ ശിക്ഷ വിധിച്ചു. അല്ലെ? 250 ഭൂമി വായു പിളർന്ന് എന്ത് ചെയ്തു? വിഴിഞ്ഞു കളഞ്ഞു. ശുശ്രൂഷയുടെ ബന്ധത്തിൽ മോശയോടും അഹരോനോടും മത്സരിച്ച് കഴിഞ്ഞപ്പം ശിക്ഷാവിധി അപ്പൊ തന്നെ വന്നു. ഇപ്പോഴും എന്താണ്? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ പിതാവ് അപ്പൊ തന്നെ എഴുന്നേറ്റ് ഇപ്പൊ അവനക്ക് ശിക്ഷ കൊടുക്കുന്നു പറയും. പക്ഷെ യേശു ക്രിസ്തു പറയും, അയ്യോ നടക്കില്ല. കാരണം എന്റെ അവസാനത്തുള്ളി രക്തം വരെ ഞാൻ ഊറ്റി കൊടുത്തിട്ട് അവനെന്താണ്? വീണ്ടെടുത്താണ്. അതുകൊണ്ട് അവനെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ അവിടെ പക്ഷപാതം ചെയ്യുക. അതുകൊണ്ട് നമ്മളിപ്പോ സമാധാനമായിട്ടിരിക്കണേ. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹോവയായിരുന്നെങ്കിൽ, ദൈവമായിരുന്നെങ്കിൽ പണ്ടേ എന്ത് ചെയ്തേനെ? പരിപാടി തീർന്നു കിട്ടിയാലേ. സമയാന്റെ അടുത്ത് എന്ത് ചെയ്തേനെ? പറഞ്ഞു വന്നേനെ. പക്ഷെ ഇന്ന് ആരാണ്? യേശു ക്രിസ്തു എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തുക മാത്രമല്ല, ഇപ്പൊ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകണം, നിലനിന്ന് പോണത്. ദൈവകൃപയിൽ നിൽക്കാതിരുന്നത് അതുകൊണ്ടാണ്. ഓരോ തെറ്റിനും ശിക്ഷ കിട്ടാത്തത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ എന്താണ്? യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് പിതാവ് നമ്മളെ നോക്കുന്നത്. അപ്പൊ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കളങ്കമില്ലാത്ത രക്തമായതുകൊണ്ട് ആ രക്തത്തിലൂടെ നമ്മളെ കാണുമ്പോൾ നമ്മൾ ആരായി മാറുകയാ? നമ്മൾ വിശുദ്ധരായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും എന്ത് ചെയ്യാത്തത്? ശിക്ഷ കിട്ടാത്തത്. അപ്പൊ യേശു ക്രിസ്തു എന്താണ്? നമുക്ക് വേണ്ടി എന്താണ്? ഇപ്പോൾ പക്ഷപാതം ചെയ്യുന്നു. പക്ഷെ എന്താണ്? ഇനി ജഡ്ജിയായിട്ട് വരാൻ പോകുകയാണ്. ആമേൻ. ഇപ്പൊ രക്ഷ പ്രാപിക്കാത്തവനൊക്കെ അന്ന് ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ആമേൻ. ന്യായവിധി ആർക്ക് കൊടുക്കുന്നു? പുത്രന് കൊടുത്തേക്കുന്നു. കാരണം ഇനി ആരെയും പിതാവ് ന്യായം വിധിക്കത്തില്ല. ന്യായവിധിയൊക്കെ യേശുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. കാന്തയുടെ ന്യായവിധി അങ്ങനെ തന്നെയാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:10 വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 5:10. 2 കൊരിന്ത്യർ ലേഖനം 5:10. വായിച്ചാട്ടെ. കണ്ടോ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇതാണ് ബീമാ സീറ്റ്.
അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പം നമുക്ക് പ്രതിഫലം കിട്ടുന്ന ന്യായമായ വിധിയാണത്. ശിക്ഷാവിധിയല്ല, ന്യായമായ വിധി. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ കൊടുത്തതിനും നിന്നതിനും ചെയ്തതിനും കഷ്ടത സഹിച്ചതിനും ഒക്കെ സ്വർഗത്തിൽ നമുക്ക് എന്താണ് പ്രതിഫലം കിട്ടാവുന്ന ഒരു ദിവസമുണ്ട്. അവിടെ യേശു ക്രിസ്തു എന്താണ് ന്യായാധിപതിയായിട്ട് എന്താണ് നിൽക്കുകയാണ്. അവിടെയും ന്യായം വിധിക്കുന്ന ആര് തന്നെയാണ്? യേശു ക്രിസ്തു തന്നെയാണ്. ഈ വിഷയത്തെ കുറിച്ചാണ് 1 കൊരിന്ത്യർ ലേഖനം 3:12 പറയുന്നു. വായിച്ചേ, 1 കൊരിന്ത്യർ ലേഖനം 3:12 മുതൽ ഈ ബീമാസിറ്റ്, ഈ ന്യായവിധി അതെങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3:12 വാക്യം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും 11 തൊട്ട് വായിച്ചേ. യേശു ക്രിസ്തു എന്ന യേശു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയതല്ലേ, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നതെങ്കിൽ അവൻ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പറഞ്ഞ പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. വായിച്ചോ. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, നഷ്ടം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്നത്രേ. ഇത് വല്ലതും മനസ്സിലായോ? അതായത് ഇന്ന് കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? എടുക്കപ്പെടും, മധ്യകാലത്തിൽ എടുക്കപ്പെടും. അങ്ങനെ ചെന്ന് സ്വർഗത്തിൽ ആദ്യം നടക്കുന്ന പരിപാടിയാണ് എന്ത്? പ്രതിഫല വിഭജനം എന്ന് പറയുന്നത്. ആമേൻ. അപ്പൊ ഈ പ്രതിഫല വിഭജനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, 6 വിധ പണി. അപ്പൊ എനിക്ക് തോന്നുന്ന പൗലോസൊക്കെ ഈ സ്വർണം കൊണ്ടുള്ള പണിയായിരിക്കും പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് സ്വർണം വെള്ളിയൊക്കെ എന്താണ്? തീയിലേക്ക് എത്ര ഇട്ടാലും അത് നശിച്ചു പോവോ? ഇല്ല, അത് പ്യുവറായിട്ട് വരുള്ളൂ. കീടങ്ങൾ നീങ്ങിയിട്ട് തിളങ്ങി മാറ്റുകൂടി വരും. പക്ഷെ മരം ഇട്ടാൽ എന്താണ്? എനിക്ക് തന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ എന്തായാലും എന്ത് ചെയ്യും? 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും മരം നിന്ന് കത്തും. പക്ഷെ ഇനി വിലയേറിയ കല്ലാണെങ്കിലും ഒരു 12 മണിക്കൂറൊക്കെ എന്താണ് നല്ല തീയിലിട്ടാൽ അവസാനം അത് പൊട്ടിത്തെറിക്കും. ഇനി പുല്ലും വൈക്കോലും പിന്നെ പറയണ്ടല്ലോ, ഇടുന്നത് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ബുമ്മൂലേ, പിന്നെന്താണ്? ഒരു പിടി ചാരമായിട്ട് എന്തെങ്കിലും മാറും. അപ്പൊ ഇതേപോലെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തതും കഷ്ടം സഹിച്ചതിനും ഒക്കെ കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൽ എന്ത് ചെയ്യും? അവിടെ തീക്കൂടെ കടത്തി വിടുമ്പം നമ്മൾ എന്ത് പണിയാ പണിതെന്ന് അപ്പം അറിയാൻ പറ്റും. സ്വർണം കണ്ടാണെങ്കിൽ അല്ലെ, പൗലോസിനെ പോലെ അനേക കഷ്ടങ്ങൾ സഹിച്ച് കർത്താവിന് വേണ്ടി വചനത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിന്ന് പിശാചിനോട് യുദ്ധം ചെയ്ത് നമ്മുടെ വിശുദ്ധിയിലെ കറ, ചുളക്കം, മാലിന്യം, വാട്ടം, മാലിന്യമൊന്നും ഇല്ലാത്ത നിർമ്മല കന്യാക്കി നമ്മെ തന്നെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സ്വർണത്തെ പോലെ വെള്ളിയെ പോലെയുള്ള പണി പോലെ എന്ത് ചെയ്യും? നമുക്ക് അനേകം പ്രതിഫലങ്ങൾ കിട്ടും. ഇനി സ്വർഗത്തിൽ ചെന്നതുകൊണ്ട് ഇനി നരകത്തിൽ തള്ളാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് 15 വാക്യം ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ചെയ്തവരെന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം വരും. എന്താണ്? സ്വർഗത്തിൽ ഒരു പ്രതിഫലം ഉണ്ടാവില്ല, നഷ്ടം വരും. കാരണം സ്വർഗത്തിൽ ചെന്നാൽ ഇനി നരകത്തിൽ തള്ളാൻ പറ്റില്ലല്ലോ. അതാണ് ഈ സ്വർഗത്തിൽ ചെറിയവരും വലിയവരും ഉണ്ടെന്ന് വെളിപ്പാട് 19 പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രതിഫലം ഇല്ലെങ്കിൽ എന്താണ്? പ്രതിഫലമൊക്കെ എന്ത് ചെയ്തു? വൈക്കോല് പോലത്തെ പണിയാണ് ഇവിടെ ചെയ്തത്. അവിടെ ചെല്ലുമ്പോൾ തീക്കടെ കടത്തി വരുമ്പോൾ വൈക്കോല് കത്തിപ്പോയി. ഇപ്പൊ പുല്ല് മാത്രമേ ഉള്ളൂ, പ്രതിഫലമൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയാറില്ല, ഈ സൗദി അറേബ്യയിലെ സൗദികൾ വെള്ള ഡ്രസ്സ് ഇടും, സ്ത്രീകള് കറുത്ത പർദ്ദ ഇടുന്നത്. അവർ ചിലരൊക്കെ കണ്ണ് മാത്രമേ കാണുള്ളൂ. അപ്പൊ പ്രതിഫലം നഷ്ടപ്പെട്ടവൻ ഈ സ്ത്രീകൾ പർദ്ദയിട്ട് പോലെ നിൽക്കണ പോലെ ആയിരിക്കും. പ്രതിഫലമുള്ള ആള് ആണുങ്ങൾ വെള്ളവസ്ത്രമായിട്ട് ധരിക്കുന്ന പോലെ തേജസ്സോട് കൂടെ എന്ത് ചെയ്യും? നിൽക്കും. ഇത് ഒരു വർഷമല്ല, ഭയങ്കര നാണക്കേടായിരിക്കും. നമ്മൾ ഇരിക്കുന്ന പ്രതിഫലം ഇല്ല, അവിടെ എത്തിയായി എന്ന് പറയും. ഞാൻ പല സ്ഥലത്തും ക്ലാസ് എടുത്ത് പക്ഷേ പ്രതിഫലം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒന്ന് എത്തി കിട്ടിയാൽ മതി. അല്ല, ഇന്നാളെ എന്നോട് ചോദിച്ചു അതിനുള്ള എളുപ്പവഴി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട് ഒരിക്കൽ. ഞാൻ പറഞ്ഞ എളുപ്പവഴിയൊന്നുമില്ല, ഇത് തന്നെ എന്താണ് ഈ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇത് മാത്രമേ സ്ട്രൈറ്റ് വഴിയുള്ളൂ, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് കോടാനുകോടി വർഷം ഈ പറഞ്ഞിട്ട പോലെ ഇരിക്കേണ്ടി വരും, ഒരു കരിക്കട്ട പോലെ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. അത് എന്തിനു നാണക്കേടാ അല്ലെ? വരുമ്പോ പറയും അല്ലെ, പ്രതിഫലം പ്രാപിച്ചവരൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഇതേ ഇരിക്കണം വരണം മൂലക്കെ. ഒരു ഭൂമിയിലായിരുന്നപ്പോ
ലൊട്ടിലെടുക്കുകയും ജീവിതം നയിച്ച് എന്നാലും സ്വർഗത്തിലെത്താനുള്ള ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു. അത് മാത്രം ഉണ്ടായുള്ളൂ അല്ലെ. ഒന്നും കർത്താവിന് വേണ്ടി എന്ത് ചെയ്തില്ല, പ്രവർത്തിച്ചില്ല, ചെയ്തില്ല. അതുകൊണ്ട് ഇതേ മൂലയ്ക്ക് ഒരു കറുത്ത പറഞ്ഞിട്ടിരിക്കണ ഇപ്പൊ ഇരിക്കുക. അത് ഭയങ്കര നാണക്കേടായിരിക്കും. സൂര്യനെ പോലെ പ്രകാശിച്ച് കുറെ ആൾക്കാർ നിൽക്കുമ്പോ കറുത്ത് കരിവാളിച്ച് നിൽക്കുമ്പോ എങ്ങനെ ഉണ്ടാവും അല്ലേ? അത് ഭയങ്കര മാനക്കേടാവും. കാരണം ഇത് ഒരു വർഷമല്ലേ. കാരണം നമുക്കെല്ലാവരും തിരിച്ചറിയാൻ പറ്റുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവരെയും തിരിച്ചറിയാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. വലിയ പ്രശ്നമല്ലായിരുന്നു. ഇതെല്ലാവരെയും തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം? ഈ സുവിശേഷം അറിയിക്കണം. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? നിൽക്കണം, കഷ്ടത സഹിക്കണം. വിശ്വാസത്തിന് വേണ്ടി അവസാനം വരെ പോരാടണം. വചനത്തിലെ ഉപദേശത്തിന് വേണ്ടി നിൽക്കണം. കൽപ്പനകളെ കാത്തുകൊള്ളണം. പാപത്തെയും ലോകത്തെയും പിശാചിനെയും ജയിക്കണം. ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർക്കാണ് എന്ത് കിട്ടുന്നേ? സ്വർഗത്തിൽ എന്ത് കിട്ടുന്നേ? ഈ പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ സ്വർഗത്തിലെ പ്രധാനമായിട്ടും സ്വർഗത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നടക്കുന്നത്. 7 വർഷം സ്വർഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. 1 പ്രതിഫല വിഭജനം. 2 വെളിപ്പാട് 19-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് രാജ്യത്തെ ഏറ്റെടുക്കുന്നു. 3 കാന്തനും കാന്തയുമായിട്ടുള്ള വിവാഹം നടക്കുന്നു. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? 7 വർഷം സ്വർഗത്തിൽ സഭയായിരിക്കുമ്പോൾ നടക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒലിവുമലയിലേക്ക് എന്ത് ചെയ്യാണ്? കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായിട്ട് ഒലിവുമലയിലേക്ക് വരുന്നു. അവിടെ യഹൂദന് വിരോധമായിട്ട് വരുന്നവരൊക്കെ എന്താണ്? യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? അവരോട് യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 1000 ആണ്ട് വാഴ്ച വരുന്നത്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാണ് അന്ത്യന്യായവിധി. അന്ത്യന്യായവിധി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാത്ത യവനെ എന്ത് ചെയ്യുന്നു? തീപ്പൊയ്കയിൽ തള്ളി. ഇന്ന് രക്ഷിക്കപ്പെടാത്ത സകല പുള്ളികളെ എന്ത് ചെയ്യും? തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നിട്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവരൊക്കെ എവിടേക്ക് പോകും? പുതിയ യെരൂശലേം നഗരത്തിലേക്ക് പോകും. അവിടെ തന്നെ വ്യത്യാസമുണ്ട്. നഗരത്തിന് അകത്തുള്ളവരുണ്ട്, മതിലിന്റെ സ്ഥാനത്തുള്ളവരുണ്ട്, പട്ടണത്തിന് പുറത്തുമുണ്ട്. ആമേൻ. അതൊക്കെ നമുക്ക് പിന്നീട് പിടിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇനിയുള്ള തുടർ പരിപാടികളെ ബൈബിൾ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പം ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഭയത്തോടെ ഭക്തിയോടെ എന്ത് ചെയ്യാം? കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ എന്ത് ചെയ്യാം? ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ദിവസത്തിൽ അമ്മയെ താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. നമ്മുടെ കണ്ണുകൾ വെച്ചാട്ടെ. ആമേ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേ വചനം സത്യമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിന്റെ വചനം. ആമേ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം ആമേ സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അനേക ഉപദേശങ്ങൾ എന്താണ്? നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആമേ യാക്കോബ് അനേക കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യാക്കോബ് അനേക കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അനേക കാര്യങ്ങളെ കുറിച്ച്. ആമേൻ. നമുക്കറിയാം യാക്കോബിന്റെ ലേഖനം നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു. യാക്കോബിന്റെ ലേഖനം രക്ഷിക്കപ്പെട്ടവൻ ചെയ്യേണ്ടതായ പ്രവൃത്തിയെ കുറിച്ചാണ് യാക്കോബ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ലേഖനം നമ്മൾ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ നിന്നാണ് പ്രതിഫലം കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായ ഒരു പുസ്തകമാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ വിശ്വാസിയും പഠിക്കേണ്ടതാണ് യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസത്താണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ രക്ഷിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യണമെന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. ഒരുത്തൻ തണുപ്പ് കൊണ്ടിരിക്കുമ്പോൾ കായാൻ വേണ്ടി ഇരിക്കുമ്പോൾ, അത് തണുത്ത് വിറച്ചിരിക്കുമ്പോൾ അവന് പുതപ്പ് കൊടുക്കാതെ അവനെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലെന്ന് യാക്കോബ് പറയുന്നു. ഒരുത്തന് വിശന്നിരിക്കുമ്പോൾ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയോ ദൈവത്തിനെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അവന് ഭക്ഷണം കൊടുക്കണമെന്ന് യാക്കോബ് പറയുകയാണ്. ഇങ്ങനെ എന്താണ്? രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രവൃത്തിയെ കുറിച്ചാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനങ്ങൾ വായിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.